അമ്മച്ചി അമ്മച്ചി എന്താക്കാ? ഈ ചെടി എന്നെ പിടിച്ച് കട്ടിട്ട് ഇതങ്ങോട്ട് കണ്ടാ ഇത് കണ്ട ചാഞ്ഞാഞ്ഞ് പോന്നെ. അമ്മച്ചിന്റെ ഉടുപ്പും അമ്മച്ചിന്റെ പൂക്കളും ഒരേ കളറാണല്ലോ. ആ അപ്പൊ അമ്മച്ചി ഇപ്പൊ മാച്ചിങ് അല്ലേ വയസ്സാം കാലത്ത്. താഴേക്ക് കാറ്റടിക്കുമ്പോഴേ താഴേക്ക് പോയിട്ട് ഒടിയും ചിലപ്പോ കെട്ടി വെച്ചാല്. എന്താ രസം. ഇത് കൊറേ ഉണ്ടായിരുന്നു, എല്ലാം പോയത്. ഇപ്പൊ എങ്ങനെയാ രണ്ട് തൈ ഞാൻ അങ്ങനെ പിടിപ്പിച്ചെടുത്തതാ. ഇത് മഞ്ഞ മെറൂണും അല്ലേ? അതിന്റെ വേറൊരു കളർ കണ്ടോ. അമ്മച്ചി നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കണ്ടേ? നീ പോയിട്ട് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയ ശരിയാവില്ല. അമ്മച്ചി ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്, എന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്റെ കൊച്ചെ അതൊരു കോമൺ കറിയാ, ഒരു എളുപ്പക്കറി ഉള്ളി സാമ്പാർ. സാധനങ്ങളൊക്കെ റെഡിയാ. ഈ അമ്മച്ചി വന്നിട്ട് ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അമ്മച്ചി ഉണ്ടാക്കി ഉണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി എഴുന്നേറ്റിട്ട് ഇതിന്റെ കാരണം 2-3 കെട്ടി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അമ്മച്ചിന്റെ ചെടികളാണെങ്കിൽ കണ്ടോ ദൂരം പൂക്കളാണ്. ഇപ്പൊ കൊറേ പോയില്ലേ അമ്മച്ചി? ഇത് തന്നെ കണ്ടില്ല, പലതരത്തിലുള്ള ഓർക്കിഡ് എല്ലാം പോയില്ലേ. കോസ്മോസ് ഓർക്കിഡ് ഇതെല്ലാം പറിച്ചു നടന്നല്ലേ. ഇത് മുസാണ്ട അല്ലേ അമ്മച്ചി? വേറെ ഒരു വെറൈറ്റി ചെടി കാണിച്ചു തരാം. ഇനെന്താ അമ്മച്ചി പേര് പറയുന്നത്? ആഫ്രിക്കൻ വയലറ്റ്. ഒരു വല്ലാത്ത വയലറ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ എത്ര കളറുണ്ട്? എല്ലാം പോയില്ലേ. ഇപ്പോൾ 2-3 കളറുണ്ട്. കുറേ കളറുണ്ട്. ഇത് തണുപ്പത്ത് വെക്കണം അല്ലേ? നിങ്ങൾ ആരുടെയും വീട്ടിലുണ്ടോ കൈസ്? ഇത് കമന്റ് ചെയ്യണേ. ആഫ്രിക്കൻ വയലറ്റ് ഇൻഡോർ പ്ലാന്റ് അല്ലേ ഇത്? നമുക്ക് മുറിക്കകത്തും ബെഡ്റൂമിൽ വരെ കൊണ്ടുപോയി വെക്കാൻ. അതിനെന്താ അംശം ചെയ്യണ്ടേ? ഇതേ പരിപ്പ് ഇത് കഴുകി വാരി വെച്ചാണ്. ഇതൊരു 150 ഗ്രാമുണ്ട് പരിപ്പ്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? അതിനകത്തേക്ക് 2 പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി ചതച്ചതല്ലേ, വെളുത്തുള്ളി. ഇത് അങ്ങനെ ആരും ഇടലില്ല. ഞാൻ പിന്നെ ഇത് പരിപ്പല്ലേ, ഗ്യാസൊക്കെ ഉണ്ടാവുമല്ലോ വെച്ചിട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്ത് ഇട്ടതാണ്. ഇത് ഉള്ളിയാണ്. ഇതൊരു 250 ഗ്രാം ഉണ്ടാവും, ചെറിയ കുഞ്ഞുള്ളി. ഇത് വഴറ്റണം നല്ലോണം. ഒന്ന് എണ്ണയിലിട്ട് ആ പച്ചച്ചോളം മുഴുവൻ പോകണം. വഴറ്റിയിട്ട് വേണം പരിപ്പും ഈ തക്കാളിയും എല്ലാം കൂടെ വേകുമ്പോൾ അതിനകത്തേക്ക് ഇടാനും. ഉള്ളി ഇപ്പൊ എടുക്കണ്ട, ഇത് വഴറ്റണം. ഇനി ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ പരിപ്പും ഈ തക്കാളി അതിന്റെ അകത്ത് അരിഞ്ഞിടണം അല്ലേ? തക്കാളി അരിഞ്ഞേക്കണം. അപ്പൊ പരിപ്പും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം അല്ലേ? ഇച്ചിരി മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ട് തക്കാളി ഇങ്ങനെ വേണേലും അരിഞ്ഞിടാം അല്ലേ? തക്കാളി നമ്മുടെ സൗകര്യം പോലെ ഉടഞ്ഞു പോകുന്നല്ലേ അല്ലേ? കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തിടണം. അതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയതാ കുറച്ച്. ഇത് വേകാൻ ആവശ്യത്തിനൊരു വെള്ളം. അതിനിപ്പോൾ കണക്കോ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ചില കുക്കറിനകത്ത് ഇച്ചിരി ഒഴിച്ചാലും വേകും, ചിലത് വേഗത്തുമില്ല കുക്കറിൻ്റെ. പിന്നെ അതാ ഒരു ചെറിയൊരു നെല്ലിക്കാൻ വരക്കത്തുള്ള പുളിയാണ് വെള്ളത്തിലിട്ടേക്കുന്നത്. ഇത് കറിയൊക്കെ വേകാനാകുമ്പോഴത്തേക്കും ഇടാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒഴിക്കണ്ട, വേകാനാകുമ്പോൾ ഇട്ടാച്ചാൽ മതി. ഒഴിച്ച് താളിക്കുന്ന സമയത്ത് അതും കൂടെ ഒഴിച്ച് വേണം തിളപ്പിക്കാൻ. വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം അല്ലേ? വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ 2 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും അത് വെന്തോളും. വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുത്തോ. ഇതിനകത്ത് തന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഇതങ്ങ് വഴണ്ട് കേട്ടോ. മുറിച്ചാലത് അങ്ങോട്ട് പഴപ്പൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉടഞ്ഞു പോകും. അതിലൊക്കെ ഒന്ന് കടിക്കാനൊക്കെ
നന്നായി വാടി വരണം അല്ലേ? നന്നായി ഇതായി വരണമായിരിക്കും. ഇച്ചിരിയും കൂടെ നല്ല മഴണ്ട് വരണം. അങ്ങനെ ഉള്ളിൻ്റെ ഒരു പച്ചത്തറ ഉണ്ടാവില്ലേ? നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണോ? അങ്ങനെയൊന്നും വേണ്ട, ഇളക്കാം. ആയോ? ഞാൻ ഇതിനകത്ത് ചേർക്കാനുള്ള പൊടിയൊക്കെ എടുത്ത് വെക്കാം. 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്. മല്ലിപ്പൊടി അല്ലേ? പിന്നെ 1 ടേബിൾ സ്പൂണ് നിറച്ചുണ്ട് മുളക് പൊടി. ഈ കാശ്മീരി മുളക് പൊടിയും മറ്റേ പൊടിയും കൂടെ ഒന്നിച്ച് പൊടിപ്പിച്ചതാണ്. സാധാരണ മുളകും കാശ്മീരി പൊടിയും കൂടെ, കാശ്മീരി മുളകും കൂടെ. അതിൻ്റെ കൂടെ വേറെ ഇതെന്താ, ഇത് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ സാമ്പാർ പൊടി ഇല്ല, ഒരു സാധനമില്ല. പിന്നെ ഞാൻ കുറച്ച് ഉലുവയും ഉഴുന്നും പിന്നെ പരിപ്പും ശകലം ഈ പുഴുങ്ങലരിയില്ല അതിൻ്റെ പൊടിയും ജീരകവും ഉലുവയും എല്ലാം കൂടെ വെറുതെ ചീനച്ചട്ടിയിലിട്ടുണ്ട് മൂപ്പിച്ച് പൊടിച്ചെടുത്തതാ. സാമ്പാർ പൊടി ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെ എടുത്തതാ. അത് കണ്ടോ? ഇത് ഞാൻ ഇതിനകത്തില്ല, തീർന്നു. ഇച്ചിരി ഞാൻ ഉണ്ടാക്കിയോളായിരുന്നേ. ഇതങ്ങ് ഇടുവാണേ. സാമ്പാർ പൊടിയും കൂടെ ഇട്ടു അല്ലേ? സാമ്പാർ പൊടിയുടെ പകുതിയായി. കായപ്പൊടി ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ മല്ലിപ്പൊടി അങ്ങനൊന്നും ചേർത്തിട്ടില്ല. വെറുതെ ഉലുവയും ജീരകവും ഇച്ചിരി കുത്തരി ഒരു പിടി, പിന്നെ ഉഴുന്ന്, ഈ കല്ലമ്പരിപ്പ്, പരിപ്പ് എന്ന് പറഞ്ഞാൽ തോരപ്പരിപ്പ്, അതും കൂടി ഇട്ട് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് നല്ലോണം വറുത്ത് പൊടിച്ച് വെച്ചതായിരുന്നേ. ഇച്ചിരി കുറച്ചേ ഉണ്ടാക്കിയുള്ളായിരുന്നു അന്നേരത്തേക്ക് മാത്രം. അപ്പം അതിന് ബാക്കിയാണ്, അത് ഇതിനകത്തില്ല. സാമ്പാർ പൊടി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഉണ്ടാക്കിയാൽ മതി. സാമ്പാർ പൊടി മേടിച്ചുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇതിനകത്ത് ഇനി നമ്മള് കായപ്പൊടി ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ വേണമെങ്കിൽ ഒക്കെ ഉണ്ടാക്കാം. ചേർക്കാത്തോണ്ട് വെളുത്തിരിക്കുന്നത്. ചേർക്കാത്തോണ്ട് ഇപ്പൊ നമ്മള് മൂപ്പിക്കുമ്പോ അങ്ങ് ശരിയായിക്കോളും. അല്ല ഇച്ചിരി ഈ പിന്നെ ഉണ്ട മല്ലി ഉണ്ടല്ലോ, മല്ലി പൊടിക്കാത്ത ആ മല്ലിയും കുറച്ച് ഉണക്കമുളകും എല്ലാം കൂടി ഇതിൽ കുറച്ച് ഒപ്പം അങ്ങ് വറക്കണം. വറുത്ത് അങ്ങ് പൊടിച്ചെടുക്കണം. 2 കഷ്ണം കായും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല കളറായിട്ട് കിട്ടും. ഇത് അന്ന് ഞാൻ തിരക്കിട്ടിട്ട് രാവിലെ സാമ്പാർ കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ ഇല്ല. ഇതെല്ലാം കൂടെ ഇതിനകത്തൊക്കെ ഞാൻ ഇടുവാണ്. ഇത് പതുക്കെ ഇതിന്റെ കുറച്ച് കണ്ടിട്ട് ഒന്ന് മൂത്തോട്ടെ. പൊടി നന്നായി ചൂടായി വരണം അല്ലേ? ചൂടായി നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരണം. പൊടി ഇച്ചിരി കൂടെ നമുക്ക് ബ്രൗൺ കളറായിട്ട്. ഇതായതാ അമ്മച്ചി? ഇത്ര മതി അല്ലേ? ഇച്ചിരി പുളിവെള്ളം ഒഴിക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി പിഴിഞ്ഞിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കണം. പുളിവെള്ളം എന്തോരം പുളിവെള്ളം ഒഴിക്കണം? ഇത് ഞാനൊരു കുഞ്ഞ് നെല്ലിക്കാനത്താലേ എടുത്തോളൂ. ഇതിനകത്തൊക്കെ ഒഴിക്കുകയാണ്. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് കഷ്ണം നോക്കിയിട്ട് കഷ്ണം നമ്മൾ പരിപ്പ് വെച്ചില്ലേ നേരത്തെ, തക്കാളിയും കൂടെ അത് ഇതിനകത്തേക്ക് ഇടണം. എന്നിട്ട് ഉപ്പിട്ട് ഇട്ട് പരിപ്പെല്ലാം വെന്തു അല്ലേ? പരിപ്പും തക്കാളി ഇതെല്ലാം നല്ല പരിപ്പ് ഇതിനകത്തേക്ക് ഇടുവാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് തിളച്ച വെള്ളം കേട്ടോ. പരിപ്പ് നന്നായി വെന്തുടയണം അല്ലേ? പരിപ്പ് ഉടയണം. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ വെള്ളം വേണം. പരിപ്പ് സാമ്പാർ കുറുകിയിട്ടല്ല, ഇച്ചിരി വെള്ളം പോലെ തന്നെ ഉണ്ടാകുക. പരിപ്പ് ഉള്ളിയും കൂടെ ആക്കുന്ന സാമ്പാറിൽ മറ്റേ പോലെ ഇച്ചിരി ഇനി ഒരു സ്വല്പം കൂടെ എന്താ
മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിടണം അല്ലേ? ഞാൻ ഉപ്പിടുവാണ്, നോക്കിയിട്ടിടാം. കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി എടുക്കാം അല്ലേ എംസി? ഞാൻ രാവിലെ ദോശക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കി തരാമെന്നാണ് നിന്നോട് പറഞ്ഞത്. നീ അപ്പോഴത്തേക്കും ചട്ടിനി അരച്ചില്ലേ? ഞാൻ ഏതായാലും നമ്മൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കും. ഒരു വീഡിയോ എടുത്തേക്കാം. കുറച്ച് ഉള്ളി വെക്കും കൂടെ. അതിനകത്തേ ശകലം ശർക്കര ചേർക്കണം. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്നലെ ചക്കയപ്പം ഉണ്ടാക്കിയേ ശർക്കര പാനിയുണ്ട്, കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അതിങ്ങ് എടുത്തോ, അതിനകത്തുനിന്ന് കുറച്ച് ഇതിനകത്ത് അങ്ങ് ഒഴിച്ചേക്കാം. പിന്നെ ഇപ്പോഴും ചക്കയപ്പത്തിന്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ടേ, കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അതെ, അടിപൊളി റെസിപ്പിയാണ് മെസ്സിന്റെ ചക്കയപ്പം. ശർക്കരയിൽ നിറച്ച് കല്ലും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഉരുക്കിയതായിരുന്നു. വെച്ചിട്ട് അധികം വന്ന് എടുത്ത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇടാം. മറ്റേ നമ്മൾ ശർക്കര ഒരു കഷ്ണം പൊട്ടിച്ചിടുമ്പോൾ അതിനകത്തും ഉണ്ടാവും കല്ല്. പാനി ഒഴിക്കാം അല്ലേ? ഞാൻ ഇങ്ങ് എടുത്താ ഫ്രിഡ്ജിലുണ്ട്. ഇത് ഇച്ചിരി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണേ. ഉള്ളതൊന്നും ഒരു ഉച്ചക്കല്ല, ഇച്ചിരി മതി അല്ലേ, ബാലൻസ് ചെയ്യാൻ. ഈ പാനി ഇത് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. പഞ്ചസാര ഇച്ചിരി പഞ്ചസാര ഇട്ടാച്ചാൽ മതി. ഇതിപ്പോ എല്ലാം കൂടെ പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ഒരു ബാലൻസ് ചെയ്യാൻ മതി. ഇനി നമുക്ക് തിളച്ചാൽ മതി അല്ലേ? കടുവ പൊട്ടിക്കണം. കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് കടുവ പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാലോ? ഞാൻ ഇച്ചിരി ഉരുവായിടുന്നുണ്ട് അതിനകത്ത്. കുറച്ച് കടുവ പൊട്ടിക്കഴിയുമ്പോൾ കടുക് അല്ലേ? ചെറിയ ഉള്ളി രണ്ട് കണ്ട് കറിവേപ്പില ഇടണം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലേ? എല്ലാം പൊടിച്ചില്ലേ, ഞാനിത് ഓഫാക്കി. ഇച്ചിരി കായപ്പൊടി ഇതിനകത്തേക്ക് തൂടണം. നമ്മൾ കായ ഇതിനകത്ത് ഇട്ടിട്ടേ ഇല്ല. കായപ്പൊടിയും കൂടി ഇടുന്നല്ലേ സാമ്പാറിന്റെ മണവും. എന്താ വെച്ചിട്ടുണ്ടെ ഈ മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ടേക്കാം. അതൊരു മല്ലിച്ചപ്പില്ല, നീളമുള്ള ഇലയുള്ള മിക്കപ്പ് ഇഷ്ടം പോലെ നിൽക്കുന്ന അത് നല്ലതല്ലേ? അത് നല്ലതാ, അത് നല്ല സാധനം. ഓരോ സ്ഥലത്തൊക്കെ അതേ ഉപയോഗിക്കത്തുള്ളൂ. ഇതില്ലാത്തതാണല്ലേ? ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചാണ്. കറിയായില്ലേ ശരി? കറിയായി. അതിലംശി ഒഴിക്കട്ടെ, അങ്ങോട്ട് തിളച്ചത് ഒഴിക്കട്ടെ. പൊള്ളിക്കല്ല, കിട്ടിയ അവസരം പാഴാക്കണ്ട. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. കൈപൊള്ളിയാതെന്താ അല്ല, അടിപൊളി ഉള്ളി സാമ്പാർ. വെറുതെ പറയല്ല കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് രുചിയാണ്. അവരിപ്പോ ടേസ്റ്റ് നോക്കുന്നില്ലല്ലോ, നീയല്ലേ എവിടുന്ന് പറഞ്ഞത് അടിപൊളി? അതുണ്ടാക്കി നോക്കിയിട്ട് അവരെ പറയട്ടെ അല്ലേ അംശേ? സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. കുറച്ച് ഉള്ളി മാത്രം മതി അല്ലേ? ഉള്ളി, തക്കാളിയും പരിപ്പൊക്കെ എല്ലാ വീട്ടിലും എന്തായാലും ഉണ്ടാവും, ചെറിയ ഉള്ളി ഉണ്ടാവും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഉണ്ടാക്കിയിട്ട് എന്ത് പറയണം അംശി? ഒരു അഭിപ്രായോടെ പറയണം അല്ലേ? എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദോശയ്ക്കാണ് ഏറ്റവും നല്ലത്, എളുപ്പ പണിയല്ലേ. ഇഡ്ഡലി അടുപ്പത്തേക്ക് വെച്ച് വേഗം ഇതാക്കാം. ഞാൻ അതുകൊണ്ടാണ് രാവിലെ അത് ഉണ്ടാക്കാന്ന് പറഞ്ഞ. ഞാൻ പിന്നെ അങ്ങ് കിടന്നു പോയില്ലേ അവിടെ.
അതുകൊണ്ട് എന്താ പായില്ലേ നല്ല അപ്പൊ ചോറിനുണ്ട്. ചോറിനെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനത് കാണിച്ചു തരാം. കണ്ടോ, അതൊന്ന് തണുക്കുമ്പോൾ കണ്ടോ അത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ലൂസാക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ തണുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ലൂസിൽ ഇത് തണുക്കുമ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കുന്ന നല്ല ചോറിൻ്റെ കൂടത്തിലോ ദോശേൻ്റെ കൂടെയോ ഇഡ്ഡലീൻ്റെ കൂടെയോ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്